ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിൽ കുടിയൊഴിപ്പിക്കൽ നടപടിക്കിടെ ജീവനൊടുക്കുമെന്ന ഭീഷണി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് 22-ൽ 2 വീടുകളാണ് ഒഴിപ്പിക്കുന്നത്. ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ട് ഹെലിബറിയ എസ്റ്റേറ്റ് കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയെടുക്കുകയായിരുന്നു. ചെലവുകാശില്ല, ശമ്പളമില്ല, ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മടങ്ങ വേണമെങ്കിൽ എന്റെ ഗ്രാജുവേറ്റ് പണം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവൻ എടുത്തോട്ടെ, ഈ ഭൂമിയുടെ വിലയ്ക്ക് വേണ്ടി എടുത്തോട്ടെ. എന്നാൽ ഇത് വിട്ടു തരത്തില്ല, കൊടുക്കത്തില്ല. ഞങ്ങൾ മരിക്കും, ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് ഒരു മാർക്കവും ഇല്ല, ഞങ്ങൾ മരിക്കും. കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഈ കമ്പനിക്കാരെ ഞങ്ങൾക്ക് തരാറുണ്ട്. എന്നാലും ഞാൻ ഇത് വില കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, എന്താണ് നിലവിലെ സാഹചര്യം? അവരെ അനുനയിപ്പിക്കാനായോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ? സോന, ഏറ്റവും പുതിയ വിവരം അവർ കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഹെലിബറിയ എസ്റ്റേറ്റും 22 കുടുംബങ്ങളും തമ്മിലുള്ള സ്വത്ത് തർക്കം അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശ തർക്കമാണ്, സ്ഥലം സംബന്ധിച്ചുള്ള തർക്കമാണ് നിലനിന്നിരുന്നത്. ഇത് ഹൈക്കോടതിയിൽ ഈ കേസ് ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഹെലിബറിയ എസ്റ്റേറ്റിന് ലഭിക്കുകയും തുടർന്ന് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തി 22 കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു. ഇന്ന് 4 കുടുംബങ്ങളെ ഒഴിപ്പിക്കാനായിട്ടാണ് ഏലപ്പാറയിലെ ചെമ്മണ്ണിലെത്തിയത്. ഈ ഒഴിപ്പിക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി കൊണ്ട് മുഴക്കിക്കൊണ്ട് 2 കുടുംബങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അവർ പറയുന്നത് അവരുടെ സ്വന്തം ഭൂമി വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്, അവിടെ പട്ടയമുള്ള ഭൂമിയാണ്, അതിന് കരമടയ്ക്കുന്ന ഭൂമിയാണ്. പക്ഷേ എന്തിന് ഒഴിപ്പിക്കാൻ വന്നു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പക്ഷേ ഹൈക്കോടതിയിൽ അനുകൂല ഉത്തരവ് ഈ ഹെലിബറിയ എസ്റ്റേറ്റ് വാങ്ങിയെടുത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തുകയും ചെയ്തത്. നേരത്തെ ഈ ഭൂമിയിലുള്ള തർക്കം നിലനിന്നിരുന്നു. നിരവധി നാളുകളായി ഈ കേസ് നടക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് ഇപ്പോൾ അവർ ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. അവർ കോടതിയിൽ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 22 കുടുംബങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഹെലിബറിയ എസ്റ്റേറ്റ് ഇത്തരത്തിൽ കേസ് നൽകിയിട്ടുള്ളത്. ഹെലിബറിയ എസ്റ്റേറ്റിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.